എന്താണ്? എല്ലാവരുടെ ആഗ്രഹം സാധിച്ച് ജീവിച്ചാൽ അതിന് ധാരാളം ധനം വേണ്ടി വരില്ലേ? അപ്പൊ ധനമൊക്കെ സമ്പാദിക്കുന്നവർ വിചാരിക്കും എല്ലാവർക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആർക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കാഞ്ചീപുരത്തുണ്ടായിരുന്നപ്പം അവിടെ വന്നിരുന്നതാണ്. ആർക്കോണത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, സ്വാമി 10 വർഷത്തിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. നല്ല ബിസിനസ്സൊക്കെ ഉണ്ട്, ഇപ്പം ബിസിനസ്സൊക്കെ പോയി എനിക്ക് ഇപ്പം ബന്ധുക്കളെല്ലാം എന്നെ വിട്ടുപിരിഞ്ഞ് ഡൗണായി, ബിസിനസ് ഡൗണായി, കടമൊക്കെ വരാൻ തുടങ്ങി. അപ്പം ബന്ധുക്കളെല്ലാം കുറേശ്ശെ അകന്നുപോയി. എന്തുകൊണ്ടാണ് അകന്നുപോയത്? കടം കയറി തുടങ്ങി. ഇനി ഞങ്ങളുടെയൊക്കെയെന്ന് ചോദിച്ചാലോ എന്നുള്ളതുകൊണ്ട് ബന്ധുക്കൾ ഓരോരോ കാരണം പറഞ്ഞ് അകന്നുപോയി. പണം ഉണ്ടെങ്കിൽ ഓരോരോ കാരണം പറഞ്ഞ് കൂടെ വരും. ഇത് ബന്ധുക്കളുടെ സഹജമായ സ്വഭാവം. നമ്മളൊക്കെ അതിനകത്ത് പെട്ടവരാണ്. അപ്പൊ ഒരാളുടെ മോശം സമയത്ത് അവൻ്റെ ഒപ്പം നിൽക്കാതെ എന്തുകൊണ്ടാണ്? ധനം കൊടുത്ത് സഹായിക്കേണ്ടി വന്നാലോ? അപ്പൊ ഒരു ഗൃഹസ്ഥനും ഏറ്റവും പരമപ്രധാനമായിട്ട് ധനസമ്പാദനം ആവശ്യമാണ്. ധനമുണ്ടെങ്കിൽ അവന് ജീവിക്കാനാവുള്ളൂ. ധനമില്ലാത്തവന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നും വേണ്ട, ആർക്കും വേണ്ട ധനമില്ല എങ്കിൽ. ഒരുവിധം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സാമൂഹിക സംവിധാനത്തിനകത്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇഷ്ടമല്ലായിരിക്കാം പലപ്പോഴും, പക്ഷെ ജീവിക്കേണ്ടി വരും. കാരണം സമൂഹം എന്ത് പറയും, മക്കൾ എന്ത് പറയും, ഇങ്ങനെ അവരെന്ത് പറയും എന്നുള്ള വിചാരത്താൽ. ഇനി പഞ്ചായത്തുകാർക്ക് പരാതി കൊടുത്താൽ അവരെന്ത് പറയും, പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവരെന്ത് പറയും, പാർട്ടിക്ക് പരാതി കൊടുത്താൽ അവരെന്ത് പറയും. അതുകൊണ്ട് ഇവരൊക്കെ എന്ത് പറയുമെന്ന് വിചാരിച്ച് ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പലപ്പോഴും. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റുകളും അവരെന്ത് പറയുമെന്നുള്ള വിചാരവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? അവിടെയാണ് ഈ ഒരു നൈസർഗികമായ നമ്മൾ ഇതിനെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. ഒരിക്കല് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ സഹോദരനയ്യപ്പൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഈശാവാസ്യ ഉപനിഷത്ത് ഗുരു ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈശാവാസ്യം ഇതം സർവം, ഈശൻ ജഗത്തിലെല്ലാം ആവർത്തിക്കുന്നത് കൊണ്ട് ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ആദ്യത്തെ ആ 2 വരിക്ക് അങ്ങനെയാണ് ഗുരു ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈശൻ ജഗത്തിലെല്ലാം ആവർത്തിക്കുന്നത് കൊണ്ട്, ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ചരിക്കമുക്തനായി, നീ നിസ്സംഗനായി ജീവിക്കുക, ആശിക്കരുത് ആരുടെയും ധനം, നീ ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത്. അപ്പൊ സഹോദരനയ്യപ്പൻ ഗുരുവിനോട് പറയുകയാണ്, ഗുരു അങ്ങ് പറയുന്നു ആശിക്കരുത് ആരുടെയും ധനം. ഒരു സ്ഥാപനത്തെ ഉണ്ടാക്കാൻ മറ്റുള്ളവരുടെ ധനം ആവശ്യമല്ലേ? ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ ധനം ആവശ്യമല്ലേ? ഈ പരിപാടി ഇവിടെ നടത്താൻ ധനം ആവശ്യമില്ലേ? ധനം മറ്റുള്ളവരിൽ നിന്ന് പിരിക്കേണ്ടി വരില്ലേ? അപ്പോൾ ധനം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ ഈശാവാസ്യ ഉപനിഷത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈശാവാസ്യ ഉപനിഷത്ത് പറയും ആശിക്കരുത് ആരുടെയും ധനം. അപ്പൊ ഗുരു തിരിച്ചു ചോദിക്കുകയാണ്, അതിൽ അടുത്ത വരിയെ പറ്റി ആലോചിച്ചു എന്ന് ചോദിക്കാൻ. കസ്യസിദ്ധനം, ആരുടേതാണ് ധനം എന്ന് ചോദിക്കാൻ. ധനം ആരുടേതാണ്? ധനം നമ്മുടേതല്ല, ധനം ദൈവത്തിൻ്റെതാണ്. ധനം ഇപ്പോഴുണ്ടാകാം, നാളെ ഇല്ലാതാകാം. ധനം ഒരിക്കലും ശാശ്വതമായ ഒരു സ്ഥലത്തും അങ്ങനെ സ്ഥിരമായിരിക്കില്ല. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കാം. അതിനെ കുറച്ച് നാൾ നമ്മളെ സേവിച്ചു എന്നിരിക്കാം, നമ്മൾ സേവിച്ചു എന്നിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോയി എന്നിരിക്കാം. കസ്യസിദ്ധനം, ധനം എവിടെ ഇരിക്കുന്നു? ധനം ദൈവത്തിൻ്റെതാണ്. എവിടെയാണ്? ആരുടെ കയ്യിലാണ്? ഉള്ളവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി നമ്മൾ എടുക്കുമ്പോഴും അത് പിടിച്ചു വെക്കുന്നത്, അവൻ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതും ചൂഷണമാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നതും ചൂഷണമാണ്. അപ്പൊ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു മനോഭാവത്തെ ഗുരുക്കന്മാർ അംഗീകരിക്കുമ്പോഴും ആ ഗുരുക്കന്മാര് വാങ്ങിക്കൊടുക്കുന്നവനെയും അനുഗ്രഹിക്കുന്നു, പിടിച്ചു വെക്കുന്നവനെയും അനുഗ്രഹിക്കുന്നു. അതാണ് ഋഷിയുടെ ഗുണം എന്ന് പറയുന്നത്. കാരണം 2 സ്ഥലത്ത് ഒരേ മനസ്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കൊടുക്കുന്നില്ല എന്നുള്ള വെളിവില്ലായ്മ, ആ വെളിവില്ലായ്മയോട് അനുകമ്പ. അതുകൊണ്ടാണ് കൊടുക്കാത്തവനെയും ഒരുപോലെ ഗുരുക്കന്മാർ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്.